ഗൈസ്, എൻ്റെ ഒരു വിഷു ഡേ ആണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്ന. ഒരു ചെറിയ പർച്ചേസൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പടക്കം പൊട്ടിക്കലിലോട്ട് നമ്മൾ കടന്നു. കമ്പിത്തിരി, പൂത്തിരി, മത്താപ്പൂ, ഓലപ്പടക്കം ഇങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ വെച്ചിട്ട് ഞങ്ങളുടെ വിഷുവിനെ വരവേറ്റു കേട്ടോ ഗൈസ്. അപ്പോൾ എൻ്റെ ബേബിക്ക് 1.5 വയസ്സിൻ്റെ വാക്സിനേഷൻ കഴിഞ്ഞിട്ട് ഒരു 3 days ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ താഴെ ഇറങ്ങലൊക്കെ വളരെ കുറവായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ കലാപരിപാടികളൊക്കെ നടക്കുന്നത്. വിഷു എന്തായാലും നമ്മൾ മലയാളികൾ എല്ലാവരും ഒന്നടങ്കം ആഘോഷിക്കുന്ന ഒരു ഈവൻ്റ് അല്ലേ. അപ്പോൾ പടക്കം പൊട്ടിച്ച് തന്നെ ഞങ്ങളുടെ വിഷുവിനെ ഞങ്ങൾ വരവേറ്റു. ആദ്യം തന്നെ കമ്പിത്തിരി കത്തിച്ചപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ പൊള്ളലൊക്കെ ഏറ്റിട്ട് ഒരു മൂകതയിലായിരുന്നു ഞാൻ നിന്നത്. എന്നാലും ഒന്ന് ഉഷാറ് വരട്ടെ എന്ന് വെച്ചിട്ട് ഒരു പൂത്തിരിയൊക്കെ കത്തിച്ച് അങ്ങ് സെറ്റായിട്ടാ. അങ്ങനെ പൂത്തിരി കത്തിച്ച് ഞങ്ങളുടെ വിഷുവിനെ ഞങ്ങൾ ഉഷാറാക്കി പൊളിക്കുകയാണ് ഗൈസ്. ഇനിയാണ് എനിക്ക് എൻ്റെ ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ട്. വേറൊന്നുമല്ല, വീടൊന്ന് ക്ലീനാക്കി അതുപോലെ ഞങ്ങളുടെ വിളക്കൊക്കെ ഒന്ന് ജസ്റ്റ് കഴുകി വൃത്തിയാക്കി അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ബേബീനെ ഉറക്കിയതിന് മാത്രമേ എനിക്കിതിനൊക്കെ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ കണിയൊരുക്കൽ പരിപാടിക്ക് പോവാം. ഇതാണ് ഞങ്ങളുടെ കണി. രാവിലെ എഴുന്നേറ്റ് ഞങ്ങളുടെ കൃഷ്ണനെ കണി കണ്ടു. കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് വെജിറ്റബിൾസൊക്കെ ഞങ്ങൾ എക്സ്ട്രയുടെ തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറിയാവുന്ന രീതിയിലൊരു ജസ്റ്റ് ഒരു കണിയൊക്കെ ഒരുക്കി. അതിനുശേഷം സദ്യയൊക്കെ ഉള്ള കൂട്ടുകളായിരുന്നു പ്രിപ്പയർ ചെയ്തത്. ക്യാബേജും ക്യാരറ്റും ഇട്ടൊരു തോരനും, അത്യാവശ്യം മലക്കറിയൊക്കെ ഇട്ടൊരു സാമ്പാറും, അതുപോലെ തന്നെ പൊട്ടറ്റോ, കടല അതൊക്കെ വെച്ചിട്ടൊരു മസാല കൂട്ടുണ്ടാക്കി. പൈനാപ്പിൾ തൈര് വെച്ചൊരു പുളിശ്ശേരി അങ്ങോട്ട് കാച്ചി, പിന്നെ പുളി ഇഞ്ചി അടിപൊളി ഒരു അച്ചാർ അങ്ങോട്ടിട്ടു. അതുപോലെ തന്നെ കുറേ മാങ്ങ ഉള്ളതുകൊണ്ട് കുറച്ച് മാങ്ങാച്ചാറിടാമെന്ന് വിചാരിച്ചു. പിന്നെ പൈനാപ്പിളും തൈര് യൂസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു കറി, പിന്നെ എരിശ്ശേരി, പയറെരിശ്ശേരി. ഇത്രയായിരുന്നു സദ്യക്കുള്ള വിഭവങ്ങൾ. പിന്നെ ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയ കുറച്ച് വീഡിയോസാണ് കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വിഷു ഉണ്ടായിരുന്നത്. ഇങ്ങനെ സമൃദ്ധി സന്തോഷം നിറഞ്ഞ ഈ ഒരു വിഷുക്കാലം കടന്നുപോയി. ഇനി ഒരു അടുത്ത വിഷുക്കാലത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം ഗൈസ്. എൻ്റെ വിഷു ഡേ ഇങ്ങനെയൊക്കെ ആയിരുന്നു.